ഓടി വന്ന് കിടക്കാനാണല്ലോ എന്റെ വിധി. എന്നാ എത്ര ദിവസം കൊണ്ട് പറയണ്, ഒരു സ്ഥലം വാങ്ങിച്ച് വീട് മാറാന്ന് വെച്ച് കഴിഞ്ഞാ അച്ഛന്റെ അമ്മയുടെ ഓർമ്മയാണ് പോലും അതുകൊണ്ട് മാറാൻ പറ്റത്തില്ലെന്ന്. ഇപ്പൊ ഞാൻ ഈ കിടന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടാ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. എന്റെ ഭർത്താവിന്റെ കാര്യമാണ് ഞാൻ ഈ കിടന്ന് പറയണത്. എന്റെ പൊന്നു തങ്കപ്പടി ചേച്ചി ഒരാഴ്ച നല്ലൊരു സീരിയൽ കണ്ടിട്ട് ആ പഞ്ചാഗ്നിയിൽ അമൃതയുടെ കാര്യം എന്തോയോ എന്തോ. എന്നാലും എന്റെ മുരളി ഇത്രയും മഴ ഇവിടെ വന്നു, വെള്ളം പൊങ്ങി, ക്യാമ്പിൽ വന്നു, എന്നിട്ട് ഈ ജയന്റെ ഫിഗർ ഇടിച്ചോണ്ട് ഇരിക്കാനുള്ള ഞാൻ സമ്മതിച്ചു. ആ പൊന്നമ്മ ചേച്ചി, നിങ്ങൾ വൈകിട്ടരെ എവിടെ വേണമെങ്കിലും പോക്കോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ രാത്രി നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ ഒന്ന് കിടക്കണം. സ്നേഹം കൊണ്ടൊന്നുമില്ല, എനിക്ക് നാട്ടിലെ വാർത്ത അറിയാൻ വേറെ വഴിയില്ല. എന്ത് കഷ്ടമെന്ന് പറ. എന്താ വഴി നീ അവിടെ കിടന്ന് ബഹളം വെക്കുന്നേ? എന്തോ ബഹളം വെക്കുന്നേന്നോ, എനിക്ക് വയ്യ ഇനി ആ വീട്ടിൽ താമസിക്കാനായിട്ട്. എന്താ 6 മാസം കരയിലും 6 മാസം വെള്ളത്തിലും ജീവിക്കാൻ ഇനി എന്നെ കൊണ്ട് പറ്റൂല. 6 മാസം കരയിലും 6 മാസം വെള്ളത്തിലും ജീവിക്കാൻ ഇവളെന്താ നാമയോ? നല്ല 1-ാം തരം തേങ്ങ ചെരവണ ഭർത്താവാണെന്ന് പോലും ഞാൻ നോക്കും. നാക്ക് പിഴുത് ഒരച്ചും എടുക്കും, കേട്ടല്ലേ? നിങ്ങൾക്ക് നമ്മളെ മക്കളെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത. നീ അങ്ങനെ മാത്രം പറയരുത്. നമ്മുടെ പിള്ളേരെ കുറിച്ച് ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ആ വീട് മാറാത്തത്. എടി, എല്ലാ കുട്ടികളും 10 മാസം സ്കൂളിൽ പോകുന്നുള്ളൂ. നമ്മുടെ പിള്ളേർ അങ്ങനാണോ? വർഷം മുഴുവനും സ്കൂളിൽ അല്ലേ? അത് ശരിയാ. അതുകൊണ്ട് ഇങ്ങാരും ആദ്യമായിട്ട് സ്കൂളിന്റെ പടി കണ്ടു. എക്സ്ക്യൂസ് മീ, കളക്ടർ മാഡം. മാഡം ഏത് ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ എന്നെ കൂടുതൽ കളിയാക്കിയൊന്നും വേണ്ട. എത്രയൊക്കെ ആയാലും എല്ലാ പിള്ളേരെക്കാളും 10-ാം ക്ലാസ് വരെ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഞാൻ തന്നെ. അത് ഇവള് പറഞ്ഞ കാര്യം ശരിയാ. 10-ാം ക്ലാസ്, 7-ാം ക്ലാസ്സിൽ 4 വട്ടം, 8-ാം ക്ലാസ്സിൽ 3 വട്ടം, 9-ാം ക്ലാസ്സിൽ 2 വട്ടം, 23-ാമത്തെ വയസ്സിൽ 10-ാം ക്ലാസ് എഴുതി തീർന്നു ഇവള്. അല്ലേ, ഞാൻ ഇന്നലെ കിടന്ന 3-ാം ക്ലാസ്സിന് ബെഞ്ചെന്തേ? അതല്ലേ രാവിലെ കഴിച്ചത്. ബെഞ്ചല്ലെന്ന് രാവിലെ പുട്ടും കടലക്കറിയും കഴിച്ചായിരുന്നോ? ആ പുട്ടും കടലക്കറിയും ഉണ്ടാക്കാനുള്ള വിറക് പിന്നെ ആര് കൊണ്ട് തരും? ദൈവമേ, ഇവളെ ബെഞ്ച് വെട്ടിക്കറി അടുപ്പത്ത് വെച്ചേക്കുന്നു. പിന്നെ നിങ്ങൾ ഇങ്ങനെ വെപ്രപ്പെടുന്നേ? ചേച്ചിമാരെ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ പറഞ്ഞത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഡെസ്കോ ബെഞ്ചോ എടുത്തോളേ. പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾക്ക് കിടക്കാനോ ഇരിക്കാനോ ആവശ്യം ഉണ്ടായില്ല, അല്ലാതെ വെട്ടിപ്പൊളന്ന് അടുപ്പത്ത് വെക്കാനാണോ നീ പറഞ്ഞത്? ഇതിന്റെ അടുത്ത് നമ്മുടെ വീടിന്റെ കാര്യം എന്തോ മനുഷ്യ? നമ്മുടെ വീടിന്റെ കാര്യം അന്വേഷിക്കാൻ കളക്ടർ സാർ ഇങ്ങോട്ട് വരുന്നുണ്ടോ? നമുക്ക് നഷ്ടപ്പെട്ടൊക്കെ കിട്ടുമോ? നമുക്ക് എന്താ നഷ്ടപ്പെട്ടോ അതെല്ലാം കൊണ്ടുതരും. അല്ല, നമുക്ക് നഷ്ടപ്പെട്ട എന്തൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്റെ 2 പവന്റെ വള, എന്റെ 5 പവന്റെ മാല, എന്റെ 3 പവന്റെ കൊലുസ്, ഇതൊക്കെയാണ് പോയത്. എടി രമണി, നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത്, അല്ലാതെ കള്ളം കയറിയിട്ടല്ല. ജില്ലാ കളക്ടറാ, അല്ലാതെ ജ്വല്ലറി ഓണറല്ല. മനസ്സിലായി. നിനക്കോട് നീ മാലയും വളയൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോ ഒഴുകിപ്പോയെന്നങ്ങ് പറയണം. നമുക്ക് കളക്ടർ ഉണ്ട്, തരൂലേ? മഞ്ഞ റോപ്പ് കഴുത്തേ കെട്ടി താലിയാന്നും പറഞ്ഞ നാട്ടുകാരെ പറ്റിച്ചേർന്നവർക്ക് ആ സ്വർണം. അല്ല, പുള്ളിക്കാരും പിന്നെ നമ്മൾ എന്തൊരു കഴിക്കാൻ കൊടുക്കും? നമുക്ക് നല്ല 1-ാം തരം ഫ്രൈഡ് റൈസ് കൊടുക്കാം. അത് കൊണ്ട ഫ്രൈഡ് റൈസ് ഇരുന്നിട്ട് എനിക്ക് രാവിലെ പുട്ടും കടലയും. കുഴപ്പമില്ല. അല്ല, കറി എന്തുവാ? എന്തോന്ന്? ഫ്രൈഡ് റൈസിനോട് കറി എന്തുവാന്ന്? അയ്യോ, ഫ്രൈഡ് റൈസ് അല്ല, അരി വറുത്തതും കട്ടൻ ചായയും. അരി വണത്തേന് പണഞ്ഞ കേട്ടോ, ഫ്രൈഡ് റൈസ് പോലും. പിന്നെ ഫ്രൈഡ് റൈസ് അല്ലേ ഒരു കളക്ടർ കൊടുക്കാൻ പറ്റേക്കുന്ന? അരി വറുത്തതും കട്ടൻ ചായയും. നിന്റെ അരി വറുത്തത് കഴിക്കാൻ ഇല്ല വരുന്നത് ജില്ലാ കളക്ടറാ, അല്ലാതെ കാടക്കോഴിയല്ല. മനസ്സിലായി. വേറെ എന്തെങ്കിലും കൊടുക്കണം. വേറെ നമ്മളിപ്പോ എന്തെങ്കിലും കൊടുക്കും? പാലിരിപ്പുണ്ടോ? പാലൊക്കെ കാണും. പാലും പിന്നെ നമ്മുടെ ചെറുക്കനെ കഴിക്കാൻ മേടിച്ചൊരു കേക്കില്ലേ, അതോടെ കൊടുക്ക്. അപ്പൊ ചെറുക്കൻ എന്തിനു കൊടുക്കും? എടി, എന്തായാലും പുള്ളിക്കാരൻ വരുമ്പോ നമുക്ക് ചെലവിന് എന്തെങ്കിലും തന്നിട്ടേ പോകത്തുള്ളൂ, മനസ്സിലായോ? അതെടുത്തങ്ങ് മേടിക്കും. എന്നാ പിന്നെ ഓക്കെ, നമുക്ക് കൊടുക്കാം. എടി, ഇല്ല വരുന്നത് കളക്ടർ സാറാന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ സ്വീകരിക്കും, ഞാൻ ഇവിടെ കാണും. കാറിന്റെ ഫ്രണ്ട് വെക്കുന്ന പാടുന്നു. കളക്ടറാണ് മിണ്ടാഴ്ച അങ്ങോട്ട്. സാറേ ഇരിക്കണം. ഓക്കേ, പാലെടുത്തോണ്ട് പാടി. ഞാൻ പെട്ടെന്ന് എടുത്തോണ്ട് വരാം. സാറേ, സാറ് ഒരുപാട് യാത്ര ചെയ്ത് കാണുമായിരിക്കും അല്ലേ? നമ്മളെല്ലാരും ഒരുപാട് യാത്ര ചെയ്യുന്നവരല്ലേ? സാറേ, സാർ വന്നപ്പോ വഴിയൊന്നും തെറ്റിയായിരുന്നോ? വഴിയൊന്നും തെറ്റില്ല. നമ്മൾ ഇവിടെ വന്നപ്പോ കുറെ ആൾക്കാരുണ്ടായിരുന്നു, അവര് കറക്റ്റ് ആയിട്ട് വഴി പറഞ്ഞു തന്നോണ്ട് ഇവിടെ തന്നെ എത്തി. സാറേ, പാലെടുത്തോ. സാറേ, പാലും കേക്ക് കൊണ്ടാലും എടുത്തോ. സാറേ കൂടെ എടുത്തോ. കേക്ക് കൊണ്ട് എടുക്കുക.
എടി പിള്ളേരുടെ അകത്ത് കയറാൻ പറ, അവിടെ കാട്ടാൻ ഇറങ്ങി കയറാൻ പറ. അയ്യോ അത് കാട്ടാനേ അല്ല, ആരിക്കടെ മുതുക്ക് പാൽ കുടിച്ചിട്ട് ഏമ്പക്കം വിട്ടേണ്. വീട് കിട്ടു കിട്ടിത്തരിഞ്ഞ മതിയോ സാറേ? മതി സാറേ, ഒഴുക്കിപ്പെട്ട് ഞങ്ങളുടെ വീട് പോയി സാറേ. എന്നിട്ട് എന്റെ 10 മൂട് വാഴ പോയി സാറേ. എന്നിട്ട് എന്റെ 5 കോഴിക്കുഞ്ഞുങ്ങൾ പോയി സാറേ. എന്നിട്ട് സാറേ എന്റെ കോളേജ് സർട്ടിഫിക്കറ്റ് പോയി. നിങ്ങളപ്പോ കോളേജിൽ പഠിച്ചേ? മെഡിക്കൽ കോളേജ് എന്റെ ബൈപ്പാസിന്റെ സർജറി നടന്നേ. ആ ശരിയാണ്, അതാണ് ഞാൻ നോക്കിയത്. പള്ളിക്കൂടത്തിന്റെ പടുവലും കാണാത്ത ഇങ്ങനെ ഇവിടെ നിന്ന് കോളേജിൽ പോവാൻ. എന്റെ 2 മൂട് കിഴങ്ങും പോയി സാറേ. അതല്ലേ ഈ നിക്കണത്? അല്ല അതല്ലേ നിക്കണത്. 2 മൂടേ ബാക്കിയുള്ളു. അല്ല ഇതൊക്കെ നിങ്ങൾ എന്റെ അടുത്ത് പറയേണ്ട കാര്യം കളക്ടർ സാറിനോടല്ലാതെ നമ്മൾ വേറെ ആരോടാ ഞങ്ങൾ ഈ വിഷമങ്ങളൊക്കെ പറയുന്നത് സാറേ? തോന്നി, ഞാൻ വന്നപ്പോഴുള്ള സ്വീകരണം കണ്ടപ്പോഴേ തോന്നി. എന്നാലേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ കളക്ടർ അല്ല. കളക്ടർ അല്ലേ? മന്ത്രിയുടെ ഓഫീസിലായിരിക്കും. അങ്ങനെ ആയിരിക്കാം കേട്ടോ. എന്നാലേ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അല്ല. പിന്നെ നീ ആരാന്ന് പറയടാ പാനിപൂരി? ഞാൻ പ്രശസ്ത എഴുത്തുകാരൻ കോവൻ കുണ്ടന്നൂർ. ഇവിടെ എന്നോ എന്റെ അഴുത്തുചാലിലെ ഒഴുക്കു ജീവിതം എന്ന സൂപ്പർ ഹിറ്റായ സീരിയലിന് ശേഷം പെണ്ണിന്റെ കണ്ണീർ മഴ എന്ന സീരിയൽ എഴുതാൻ ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നത്. അന്നേരമാണ് മഴ കൂടിയതും വെള്ളപ്പൊക്കം വന്നതും. എന്റെ എല്ലാം ഒലിച്ചു പോയി. എന്റെ ഡ്രസ്സ് പോയി, എന്റെ പെട്ടി പോയി, എന്റെ ആദ്യ സീരിയലിന്റെ കോപ്പി വരെ ഒലിച്ചു പോയി. നീ ആദ്യം പറഞ്ഞ പോയതൊക്കെ നിനക്ക് വിഷമിക്കാം, പക്ഷെ അവസാനം പറഞ്ഞത് എത്താൻ്റെ അടുത്ത് തന്നെ എത്തിയേക്കുന്നത്. എന്താണ്? നിന്റെ അഴുക്കുചാലിലെ ഒഴുക്ക് ജീവിതം ഇറങ്ങി നാട്ടുകാർ കുടത്തിലാക്കി കടപ്പുറത്തോണ്ട് ഒഴുകിയത്. എന്റെ കൊച്ചന് കുടിക്കാൻ പറ്റുന്ന പാലും അവ തിന്നാൻ പറ്റുന്ന കേക്ക് ഉൾപ്പെടെ ഇല്ലടാ നിനക്ക് ഞാൻ എടുത്തു തന്നത്. അതിന് കൊച്ചവിടെ അതുകൊണ്ടില്ല കിടക്കുന്ന ഞങ്ങളുടെ കൊച്ചു. അയ്യോ അതിന് കൊച്ച കരയുന്നില്ലല്ലോ, അതുകൊണ്ട് കൊച്ചിന് പാല് വേണ്ട. എന്താ? അയ്യോ നിങ്ങൾ കേട്ടിട്ടില്ലേ, കരയുന്ന കൊച്ചിനെ പാലുള്ളൂ. എടാ മൂക്കിന്റെ താഴെ റീത്ത് വെച്ചവനെ അഴുക്കുചാലയിലെ ഒഴുക്ക് ജീവിതത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഗോവൻ കുണ്ടന്നൂർ. സാറേ, ഞാൻ സാറിനെ പറ്റി കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. മനുഷ്യ, എത്ര പെമ്പിള്ളാരെ കണ്ണീര് ഒടിപ്പിച്ച മനുഷ്യനാണ് നിൽക്കുന്നറിയാമോ? എന്നാലും എന്റെ സാറേ, ആ പാവം വീണെ ഭക്ഷണം പോലും കൊടുക്കാതെ ഇരുട്ട് മുറിയിൽ പൂട്ടിയിട്ടല്ലേ നിങ്ങളൊരു നീചനാണ്. നീ അങ്ങോട്ട് ചേട്ടാ, നിങ്ങൾ എന്തിനാണ് എന്നെ പഠിച്ചത്? ഇന്നൊക്കെ അടിക്കലേണ്ട ഇന്നൊക്കെ കൊല്ലണം തന്നെ. നിങ്ങൾ എന്തോ അറിഞ്ഞിട്ട് ഒരു പാവം പെൺകൊച്ചിനെ അവൻ മുറിക്കകത്ത് പൂട്ടിയിട്ടുണ്ട്, ഭക്ഷണം പോലും കൊടുക്കാതെ. ഈശ്വരാ, ഞാൻ അതാണാ പറഞ്ഞത്. അങ്ങേരെ സീരിയലിലെ കഥാപാത്രമാണ് വീണ. ആ വീണയുടെ കാര്യമാണ് ഞാൻ ഇത്ര നേരം തന്നെ സാധനം തിരിച്ചാ നല്ല പേരെ വിളിച്ച് തഴമുള്ള നിങ്ങളതിനെ തിരിച്ചു വാങ്ങിച്ചത്. ഇപ്പൊ ഒന്നേ നിന്ന് അല്ലായിരുന്ന കാറ്ററും ഭീറ്ററും ഞാൻ അടി മേടിച്ചു. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചാ വിരോധം ഇല്ലെങ്കിൽ? ചോദിച്ചോളൂ. സാറിന്റെ ഏതെങ്കിലും ഒരു സീരിയലിൽ എനിക്കൊരു ചെറിയ വേഷം അഭിനയിക്കോ? അഭിനയിക്കാൻ അറിയുവാന്നോ? നിങ്ങൾ ഈ കാണുന്നതാണ് അവളുടെ ഏറ്റവും വലിയ അഭിനയം. അല്ല, എന്തൊക്കെ ചെയ്യും? ഇവളെ കഴുത്തിന് പിടിക്കും, കുളിച്ചേർത്തി കൂമ്പിടിക്കും, തല പിടിച്ച് വെള്ളത്തിൽ മുക്കി വെക്കും. അയ്യോ, നിങ്ങൾ ഇവരെന്തൊന്ന് ചെയ്യുമെന്നല്ല ചോദിച്ചേ. കുട്ടി എന്തൊക്കെ ചെയ്യും? ഞാൻ ഡാൻസ് കളിക്കും, പാട്ട് പാടും, പിന്നെ മോണാക്റ്റും ചെയ്യും. അല്ല, ഇവള് ബാക്കിയൊന്നും ചെയ്തില്ലേ, ഇവള് അവസാനം പറഞ്ഞ സാധനം ചെയ്യും, അതെനിക്ക് ഉറപ്പാ. മോണോ ആക്ട്, മോണോ കൊണ്ടുള്ള ആക്ട്. അല്ല, എനിക്ക് എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണാൻ പറ്റോ? അതൊക്കെ കൊറേ നാളായി ഡാൻസ് ഒക്കെ കളിച്ചിട്ട്, എന്നാലും ഒരു കൈ നോക്കാം. അങ്ങോട്ട് വഴിമുടക്കി അങ്ങ് നിന്നോളും.
ഇവിടെ വെച്ച് സീരിയൽ ചെയ്ത് നായികയാക്കുവാണെങ്കിൽ ആ സീരിയലിന് പറ്റിയ ഒരു പേര് ഞാൻ പറഞ്ഞുതരാം. എന്ത്? പ്രാന്തങ്കാള. എന്നാ മുതുക്ക് മുതലാണ് ഇവിടെ കിടന്ന് കാണിച്ചത്. അല്ല, നമുക്ക് ഡാൻസ് അല്ല വേണ്ടത്, നമുക്ക് അഭിനയമാണ് വേണ്ടത്. ഞാൻ അഭിനയിക്കുകയും ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തോ? നമുക്ക് ഒരാളും കൂടി വേണം. ആ ഒരാൾക്ക് വേണ്ടി ഓഡീഷൻ നടത്തണം. എന്താണ് സാറേ റോള്? ഗുണമില്ലാത്തതിന്റെ കിണ ഭർത്താവ്. എന്തിന് സാറേ ഓഡീഷൻ? താണ്ട നിക്കണേ. എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ വേണേ ഒരു വില്ലനാക്കിയ ഞാനത് കിടുക്കാറ്റി അടിപൊളിയാക്കി സൂപ്പറാക്കി ചെയ്യുന്നേ. അപ്പൊ നാട്ടുകാരുടെ ഇടിയോണ്ട് ചാവാനായിരിക്കും ഇങ്ങേർക്ക് വിധി. നിനക്ക് വല്ല ഭർത്താവല്ലോ ഉണ്ടാടാ ഇവളെ നായികയാക്കി സീരിയൽ ചെയ്യാൻ? അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ എന്റെ കലയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാ? എടി, നിന്റെ കല ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തതിന്റെ കാര്യം അറിയാവോ? നിന്റെ കല എങ്ങാണ് ഞാൻ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാ കലാദേവത എന്നെ വീട്ടിൽ വന്നടിക്കും. അതുകൊണ്ട് ഞാനത് പ്രോത്സാഹിപ്പിക്കരുത്. മനസ്സിലായേ? ഈ പറയണ ചുമ്മയാണ് സാറേ. സാറിന് എന്റെ അച്ഛൻ അറിയാവോ? കേരള യൂത്ത് ഫെസ്റ്റിവലിന് എപ്പോഴും എന്റെ അച്ഛന് ഒന്നാമതാണ്. അത് ഇവള് പറഞ്ഞ കാര്യം കറക്റ്റാ. ഉച്ചക്ക് ചോറിന നേരം ഫസ്റ്റ് വണ്ടി കയറി അങ്ങ് ഇരിക്കും ഫസ്റ്റ് സീറ്റില്. ഗണപതിക്ക് വെക്കുന്നേക്കാട്ടി മുമ്പ് ഇവളുടെ അച്ഛന് കൊടുത്തിട്ടേ ബാക്കി ആൾക്ക് കൊടുക്കത്തുള്ളൂ. ഇവളുടെ അച്ഛന്റെ പേരെന്തിനാ? ടെസ്റ്റർ കണ്ണപ്പൈ. നിങ്ങൾ എന്റെ അച്ഛനെ കളിയാക്കിയല്ലേ? കളിയാക്കൂടി. നിന്റെ അച്ഛനല്ലട പിന്നെ ഈ നീർനാട ഫിഗർ ഉള്ളവന്റെ അച്ഛനെ ഞാൻ കളിയാക്കാൻ പറ്റും. ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കൂല. എന്റെ അച്ഛനെ കളിയാക്കിയ നിങ്ങളോടെ ഞാൻ ഇനി നിൽക്കൂല. ഇപ്പൊ ഈ നിമിഷം ഞാൻ ഈ ക്യാമ്പിൽ നിന്ന് ഇറങ്ങും. നീ നിക്കണ്ട, നീ എങ്ങോട്ടാന്ന് വെച്ചാ പോ. അങ്ങനെയാലും എനിക്ക് ഇവിടെ ആശ്വാസം കിട്ടട്ടെ.